മൊബൈൽ ഫോണിന്റെ ഹെഡ്സെറ്റ് കൂടുതലായുള്ള ഉപയോഗം മനുഷ്യന്റെ കേൾവിശക്തിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് IMA യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ KT റിയാസ് പറഞ്ഞു. ഹെഡ്സെറ്റ് കൂടുതലായുള്ള ഉപയോഗം കണ്ടുവരുന്നത് മാധ്യമപ്രവർത്തകരിൽ ആണെന്നും അത് നിയന്ത്രിക്കാൻ ഓരോ മാധ്യമപ്രവർത്തകരും ശ്രമിക്കണമെന്നും ഡോക്ടർ KT റിയാസ് പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ വളാഞ്ചേരി പ്രസ് ക്ലബ് വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയുമായി സഹകരിച്ച് പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും ഈ പ്രസ് ക്ലബിന്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരൊക്കെ കാണുന്ന ഒരു കാര്യം ഈ വല്ലാതെ ഇയർഫോൺ ഉപയോഗിക്കുന്നതാണ്. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ ഹെഡ്ഫോണുകളായിട്ട് ഇയർഫോണുകളുടെ എനിക്ക് തന്നെ ഞാനൊരു ENT സർജൻ ആയതുകൊണ്ട് അതിന്റെ ആധികാരികതയിലേക്ക് എനിക്ക് പറയാൻ കഴിയും. അതിൻ്റെ ഒരു ആധികാരികത സംസാരിക്കാൻ കഴിയുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹെഡ്ഫോൺ വല്ലാണ്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹെഡ്ഫോൺ വെക്കുമ്പോൾ ഒരു പ്രശ്നം, സാധാരണ മാധ്യമ പ്രവർത്തകരൊക്കെ നമ്മളൊക്കെ ബ്രേക്കിംഗ് ലൈവ് ന്യൂസ് ഒക്കെ കാണുമ്പോൾ അവർ ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഒരുപാട് ഒറ്റ മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളായിരിക്കും. അപ്പൊ ഇവർക്ക് യഥാർത്ഥത്തിൽ പുറത്തുള്ളത് ഇവർ കേൾക്കില്ല. ഇവർ ഹെഡ്ഫോൺ വെച്ചിട്ട് അവര് മാധ്യമം എവിടെ ഇരിക്കുന്ന സ്റ്റുഡിയോകളിലുള്ള കാര്യങ്ങളായിരിക്കും. പുറത്ത് ഭയങ്കര ബഹളം. അപ്പൊ ഇവർക്ക് ഇത് കേൾക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ ഹെഡ്ഫോണിന്റെ ലെവല്, വോളിയം ലെവല് ഒരു 100 വരെയൊക്കെ കിട്ടും. ആ ഒരു നിങ്ങൾക്കൊക്കെ തിരക്കുള്ള സന്ദർഭമാണ്. ഇത് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം, ഏറ്റവും ആദ്യം എത്തിക്കണം എന്നുള്ള മത്സരത്തിലാണല്ലോ ഓരോരുത്തർ. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഭയങ്കര സൗണ്ട് 100 ലെവലില് 100% സൗണ്ട് കിട്ടുന്ന അവസ്ഥ നമ്മുടെ ആധികാരികമായിട്ട് ഇതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെഫ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു ഇന്ത്യയുടെ ആധികാരികമായ ഒരു സ്വരം കൊണ്ട് നടക്കാവിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ആശുപത്രി ജനറൽ മാനേജർ KP മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അതിലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രസ് ക്ലബിലെ സാരഥികൾക്ക് ഒരു ആരോഗ്യ അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഹെൽത്ത് കാർഡ് പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ വർഷം മുതൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് കൊടുത്തിട്ടുണ്ട്. അത് സാമൂഹികമായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാതെയും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അത് തികച്ചും നല്ല രീതിയിൽ തന്നെ ഒരു കാർഡായിട്ട് തന്നെ കൊടുത്തുകൊണ്ടുള്ള ഒരു സർവീസാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ആരോഗ്യം സർവ്വതാ പ്രധാനമാണ്. അസുഖം ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയിപ്പോലും ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരു ഭീഷണി തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ രോഗം വരാതിരിക്കാനുള്ള ക്ലാസ്സോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ തുടക്കം എന്നുള്ളതിന് നിരക്കാണ് നമ്മുടെ ഡോക്ടർ റിയാസ് നമുക്ക് ആരോഗ്യത്തെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് ഭാഗമായിട്ടൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിന് കൂടെ കാർഡിൻ്റെ കുടുംബങ്ങൾക്കുള്ളൊരു പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് കൂടെ തന്നെ സൗജന്യമായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മെമ്പർമാർക്കും ഈ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് പറയാനുള്ളത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് C രാജേഷ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ നടക്കാവിൽ ആശുപത്രി വളാഞ്ചേരിയിലെ പ്രസ് ക്ലബ് അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ചികിത്സാ ആനുകൂല്യ മെഡിക്കൽ കാർഡ് വിതരണം മുതിർന്ന മാധ്യമപ്രവർത്തകൻ CK രാമചന്ദ്രൻ നടക്കാവിൽ ആശുപത്രി അധികൃതർ നൽകി. പ്രസ് ക്ലബ് സെക്രട്ടറി VK ജിഷാദ് സ്വാഗതവും വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് B മുഹമ്മദ് അമീർ നന്ദിയും പറഞ്ഞു.